1888 ലണ്ടൻ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായിരുന്നു. പക്ഷേ അതിൻ്റെ ഹൃദയം ഇരുണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ഈസ്റ്റ് എൻഡിലെ വൈറ്റ് ചാപ്പൽ എന്ന പ്രദേശം. ദാരിദ്ര്യവും തിരക്കും നിറഞ്ഞ തെരുവുകൾ, തകർന്ന താമസക്കൂടുകൾ, രാത്രിയിൽ മൂടൽമഞ്ഞ് കയറി വരുമ്പോൾ പോലും സ്വന്തം ശ്വാസത്തിൻ്റെ ശബ്ദം കേൾക്കാവുന്നത്ര നിശബ്ദമാകുന്ന ഇടങ്ങൾ. ഇവിടെയാണ് ഭയം ഒരു രൂപം കൈവരിച്ചത്. ഓഗസ്റ്റ് 31 പുലർച്ചെ ബക്സ്ട്രോയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ അതാദ്യം ഒരു സാധാരണ ദാരുണ മരണമായി കരുതിയെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിശദീകരിക്കാൻ കഴിയാത്ത എന്തോ തെറ്റായ കാര്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം കൊലയാളി അതിവേഗത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നു. ഒരുവിധ ശബ്ദവും ആരും കേട്ടിട്ടില്ല, ഒരാളും തന്നെ കണ്ടിട്ടില്ല. അവൻ വന്നതും പോയതും മൂടൽമഞ്ഞിനുള്ളിൽ ലയിച്ചതുപോലെ. ദിവസങ്ങൾക്കകം വീണ്ടും ഒരു കൊലപാതകം, പിന്നെ വീണ്ടും. ഓരോ സംഭവവും വൈറ്റ് ചാപ്പലിൻ്റെ ഉറക്കം പൂർണ്ണമായി കവർന്നെടുത്തു. സ്ത്രീകൾ രാത്രി പുറത്തിറങ്ങാൻ ഭയപ്പെട്ടു. പുരുഷന്മാർ പോലും. പിന്നിൽ കാൽ ചുവടുകൾ കേട്ടാൽ തിരിഞ്ഞു നോക്കാതെ വേഗം നടന്നു. കാരണം ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അയൽവാസി, വഴിയാത്രക്കാരൻ, പകൽ സൗമ്യനായ മനുഷ്യൻ പോലും രാത്രിയിൽ മറ്റൊരാളാകാം എന്ന സംശയം. ഈ സമയത്താണ് പത്രങ്ങളിലേക്കും പോലീസിലേക്കും കത്തുകളെത്തിയത്. പരിഹാസവും ആത്മവിശ്വാസവും നിറഞ്ഞ വാക്കുകളോടെ ചുവന്ന മഷിയിൽ എഴുതിയൊരു പേരൊപ്പിട്ടു: ജാക്ക് ദ റിപ്പർ. അത് യഥാർത്ഥ കൊലയാളിയാണോ അതൊരു ക്രൂര തമാശയോ എന്നത് ഇന്നും വ്യക്തമല്ല. പക്ഷേ ആ പേര് തന്നെ നഗരത്തെ വിറപ്പിക്കാൻ മതിയായി. കാരണം ഇപ്പോൾ കൊലയാളിക്കൊരു മുഖമില്ലെങ്കിലും ഒരു പേരുണ്ടായിരുന്നു. പോലീസ് രാത്രിയിൽ പട്രോളുകൾ വർദ്ധിപ്പിച്ചു. വിസിലുകൾ മുഴങ്ങി. കുതിരവണ്ടികളുടെ ശബ്ദം തെരുവുകളിൽ പ്രതിധ്വനിച്ചു. എന്നിട്ടും സെപ്റ്റംബർ 30 രാത്രി 1 മണിക്കൂറിനുള്ളിൽ 2 കൊലപാതകങ്ങൾ. അത് നടന്നപ്പോൾ ലണ്ടൻ ശ്വാസം മുട്ടിപ്പോയി. ഒരേ മനുഷ്യൻ ഇത്ര ധൈര്യത്തോടെ ജനക്കൂട്ടങ്ങൾക്കിടയിൽ സഞ്ചരിച്ച് അപ്രത്യക്ഷനാകുമോ എന്ന ചിന്ത തന്നെ ആളുകളുടെ മനസ്സിൽ പേടിയുടെ വിത്തായി. ചില ഉദ്യോഗസ്ഥർ പിന്നീട് പറഞ്ഞത് ആ രാത്രിയിൽ അവർ ഒരു നിഴൽ പോലെ എന്തോ നീങ്ങുന്നത് കണ്ടു എന്നായിരുന്നു. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ മൂടൽമഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നവംബർ 9 നടന്ന അവസാന കൊലപാതകത്തോടെ എല്ലാം പെട്ടെന്ന് അവസാനിച്ചു. അതെ, അവസാനിച്ചു എന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഭാഗം. കാരണം ആരും പിടിക്കപ്പെട്ടില്ല, ആരും ഓടിപ്പോയത് കണ്ടില്ല. ജാക്ക് മരിച്ചോ, ജയിലിലായോ, ലണ്ടൻ വിട്ടോ എന്നൊന്നും തെളിയിക്കാനായില്ല. അവൻ ഒരാൾ മാത്രമായിരുന്നോ, അതോ ആ കാലഘട്ടത്തിൻ്റെ ഇരുണ്ട പ്രതിഫലനമായിരുന്നോ എന്ന ചോദ്യം ഇന്നും തുറന്നു കിടക്കുന്നു. കാരണം വൈറ്റ് ചാപ്പലിൽ ഇപ്പോഴും ചിലർ പറയുന്നു, മൂടൽമഞ്ഞ് കനത്ത രാത്രികളിൽ തെരുവിളക്കുകൾ മങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ഒരാളുടെ സാന്നിധ്യം തോന്നിയാൽ തിരിഞ്ഞു നോക്കരുതെന്നു. ചില നിഴലുകൾ മനുഷ്യരുടേതല്ല. ചില കഥാപാത്രങ്ങൾ ചരിത്രത്തിൽ അവസാനിക്കുന്നില്ല, അവ കാത്തിരിക്കും.